ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് നെയ്മീനാണ് കേട്ടോ, കിങ് ഫിഷ്. അപ്പോൾ അത് 1 കിലോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നല്ല ഒരു അടിപൊളി മീൻ കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഉച്ചയ്ക്ക് ഊണിന് ഈ ഒരു കറി മാത്രം മതി കേട്ടോ ചോറ് തിന്നാനായിട്ട്. അപ്പോൾ നോക്കിയേ, ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ല രീതിയിലൊന്ന് ചൂടായി വരണം. ചൂടായി വരുന്ന സമയത്ത് 3 പച്ചമുളക് ഒന്ന് നെടുകെ പിളർന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ 10 ചെറിയുള്ളിയാണ്, അതൊന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണേ. ഉള്ളി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൽ ഇഞ്ചിയാണ് കേട്ടോ കൂടുതൽ എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി ഒരു 3-4 അല്ലി മാത്രം എടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ളത് ഇഞ്ചിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണം മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കണേ. ചെറിയുള്ളി ഒന്ന് മുരിഞ്ഞൊക്കെ വരുന്ന ആ ഒരു സമയത്തുണ്ടല്ലോ, ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, 3 ടീസ്പൂൺ നിറയെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ സ്റ്റൈലിലാണ് കേട്ടോ ഈ ഒരു ഫിഷ് കറി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നല്ലൊരു കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. മീൻകറി ഉണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ, ഇതുപോലെ മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കൂലേ, ആ ഒരു സമയത്ത് ഫ്ലെയിം എപ്പോഴും ലോയിലാക്കി വെക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേണം പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് തേങ്ങ ചിരകിയതിൽ നിന്ന് എടുത്തിട്ടുള്ള പാലാണ് ഇത്. ഏകദേശം 4 കപ്പ് തേങ്ങാപ്പാലുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കട്ടിയുള്ള പാൽ തന്നെയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണേ. നെയ്മീൻ കൊണ്ട് ഇതുപോലെ തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നല്ല പുളിയുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു വലിയ മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് ഉപ്പ് തിരുമ്മി വെച്ചതായിരുന്നു. അപ്പോൾ മീൻകറി ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കട്ട് ചെയ്ത് ഉപ്പ് തിരുമ്മി വെച്ചതായിരുന്നു. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഉപ്പ് തിരുമ്മി മാങ്ങ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, കറി റെഡിയാവുന്ന സമയത്ത് മാങ്ങ ഒട്ടും ഉടഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഉപ്പ് തിരുമ്മിയിട്ട് മാങ്ങ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു ടിപ്പാണേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ മാങ്ങ ഇട്ട് കറി വെക്കുന്ന സമയത്ത് ഉപ്പ് തിരുമ്മിയിട്ട് ഇട്ട് നോക്കട്ടോ. അപ്പോൾ മാങ്ങ ഒട്ടും ഉടഞ്ഞു പോകില്ല. ഇപ്പോൾ കറി നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇങ്ങനെ വെട്ടിത്തിളച്ച് വരുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് ഇതുപോലെ വെട്ടിത്തിളക്കണം. ഇങ്ങനെ 5 മിനിറ്റ് ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. 1 കിലോ നെയ്മീനാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് വലിപ്പമുള്ള നെയ്മീനല്ല കേട്ടോ, ഒരു മീഡിയം സൈസിലുള്ള നെയ്മീനാണ് കിട്ടിയത്. അപ്പോൾ അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തേങ്ങാപ്പാലൊക്കെ ചേർത്ത് മാങ്ങയിട്ട് പറ്റിച്ചെടുത്ത നല്ലൊരു അടിപൊളി മീൻ കറിയാണ് കേട്ടോ ഇത്. മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത ശേഷം മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് കറിയിലൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് തിളപ്പിച്ച് ഇതുപോലെ ഒന്ന് പറ്റിച്ചെടുക്കാം. നല്ല രീതിയിൽ പറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ മീനൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ടാകും. ഇതുപോലെ നല്ല കറിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടി ഇതുപോലെ തിളപ്പിച്ചെടുക്കണം. 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കുന്നതിൻ്റെ കാര്യം, മീൻ കഷ്ണങ്ങളിൽ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ അരപ്പൊക്കെ പിടിച്ച് സെറ്റായി കിട്ടും. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി താളിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഹീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ ഉലുവയിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി 3 ചെറിയുള്ളി സ്ലൈസ് ചെയ്ത് ചേർത്ത് ഒന്ന് മൊരിച്ചെടുക്കാം. ഇനി അതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് ഒരു നുള്ള് മുളക് പൊടി കൂടി ചേർത്ത് മൂപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താളിപ്പ് മീൻകറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഉടനെ തന്നെ ഒന്ന് ചുറ്റിച്ച് മാറ്റി വെക്കാം. ഇത് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് സെർവ് ചെയ്യുന്നതാണ് കേട്ടോ അടിപൊളിയായിട്ട് കിട്ടുന്നത്. നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ച് സെറ്റായി കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.